അസ്ലമോയമാണ്. ഗവിയിലേക്ക് എങ്ങനെ യാത്ര പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് പല സമയത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ OMV യൂട്യൂബ് ചാനൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട്, കാണണം, അഭിപ്രായങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗവി എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്ത് എന്താണ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടത്തേക്കുള്ള യാത്രയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ യാത്ര തുടങ്ങുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്നാണ്, അവസാനിക്കുന്നത് ഇടുക്കിയുടെ വെള്ളക്കടവ് എന്ന ചെക്ക് പോസ്റ്റിലാണ്. ഒരു ദിവസം 30 വെഹിക്കിളിന് മാത്രമേ പെർമിറ്റ് കൊടുക്കൂ. അതായത് എൻട്രി ചെക്ക് പോസ്റ്റിൽ കൊടുക്കുന്നത് 30 വെഹിക്കിൾ മാത്രം. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കാണില്ല. വൺ സൈഡ് മാത്രമാണ് യാത്ര കടത്തി വിടുന്നുള്ളൂ, തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഒറ്റ ദിശയിൽ പോകുന്ന ഒരുപാട് വാഹനങ്ങൾ, അതും സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം മഴക്കാല സമയത്തൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ബൈക്ക്, പ്രൈവറ്റ് ബസ്, നമ്മൾ വലിയ ടൂറിസ്റ്റ് ബസ് അതുപോലെ തന്നെ ബൈക്ക് എടുത്ത് യാത്ര ചെയ്യാൻ ഒരിക്കലും അലൗഡല്ല. അത് നമ്മൾ റെസ്ട്രിക്ഷനാണ്. നമ്മുടെ ട്രാവലറൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അലൗഡാണ്. ഇപ്പോൾ നമ്മൾ റൂട്ട് തുടങ്ങുന്നത് അനങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തണം. അവിടെ നിന്ന് 80 കിലോമീറ്റർ യാത്രയാണ് വെള്ളക്കടവിലേക്ക്. ഈ യാത്രയിൽ നമ്മൾ വനമ്പാതയിലൂടെയാണ് പോകുന്നത്. മനോഹരമായ കാടിൻ്റെ സൗന്ദര്യം, അതിനേക്കാളുപരി വൈൽഡ് ആനിമൽസിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. നമ്മൾ കണ്ണ് തുറന്ന് അതുപോലെ തന്നെ സൈഡ് സീറ്റിലിരുന്ന് സുന്ദരമായ കാഴ്ചകൾ കണ്ട് പ്രകൃതിയുടെ നിമിഷങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. 7 ഡാമുണ്ട്, അതിൽ 5 ഡാമിൻ്റെ മുകളിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര പോകുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്വന്തം വാഹനത്തിൽ പോവുകയാണ്. എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ബുക്കിംഗ് സൈറ്റ് www.gavikaki.online.com എന്നൊരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 3 ദിവസത്തേക്കുള്ള നാളെയും മറ്റന്നാൾക്കുള്ള ടിക്കറ്റ് റിപ്ലൈ ബുക്ക് ചെയ്യാൻ പറ്റും. വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആധാർ നമ്പർ, മറ്റു 2 സുഹൃത്തുക്കളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിത് കൊടുക്കണം. നമ്മൾ അനങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ 8:30 മുതൽ 11 മണി വരെ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം എത്തണം. അവിടെ നിന്ന് ഇതൊക്കെ കൊടുത്ത് വീണ്ടും ഫോമൊക്കെ ഫില്ല് ചെയ്ത് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഒരാൾക്ക് 100 രൂപയാണ് ചെക്ക് പോസ്റ്റിലെ ഈ ഒരു പെർമിറ്റിന് എടുക്കാൻ വേണ്ടി നമുക്ക് വരുന്നത്. പ്ലസ് 85 രൂപ നമ്മൾ ഈ യാത്രയിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളക്കടവത്തിന് മുമ്പ് പെരിയാർ ഈസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ 85 രൂപ ഒരു വെഹിക്കിളിന് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കൊടുക്കണം. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും നിങ്ങളുടെ ഡൗട്ട് വരും, നമുക്ക് ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് KFDCൻ്റെ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരുപാട് പാക്കേജുകളുണ്ട്. ആ പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ആ യാത്രയിലും നമ്മൾ അനങ്ങാമൊഴിയിൽ എത്തൂല. കുറച്ച് ഗവി എത്തി ഗവീൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി അവിടെ താമസിച്ച് അങ്ങനെയാണ് വിളിക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1 ഡേ പാക്കേജ് എടുക്കുന്നതാണെങ്കിലും നമ്മളായിട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്കൊരിക്കലും ഗവിയിൽ താമസിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. KFDCൻ്റെ അതുപോലെ തന്നെ പിന്നെ KSEBിൻ്റെ ഒക്കെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് അവരുടെ ബന്ധുക്കൾ അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പേഴ്സണലി അങ്ങനെ താമസിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും പുറത്തിറങ്ങണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ KFDCൻ്റെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഡേ പാക്കേജ് അവർ 1750 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അവരുടെ വാഹനത്തിൽ ഭക്ഷണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൈഡൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ പാക്കേജ് ഉണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇനി സ്റ്റേ പാക്കേജ് 7080 മുതൽ 19824 രൂപ വരെയുള്ള വ്യത്യസ്ത സ്റ്റേ ഓപ്ഷനുള്ള മനോഹരമായ പാക്കേജുകളുണ്ട്. അതും നമുക്ക് എടുക്കണമെങ്കിൽ gavi.ksdc.ecotourism.com എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് KSRTC കുമളി ഗവി പത്തനംതിട്ട ബസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് പത്തനംതിട്ട ഗവി കുമളി ബസ് പോകുന്നുണ്ട്. കുമളിയിൽ 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായുടെ വനംപാതയിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. വൈൽഡ് ആനിമൽസിനൊക്കെ നമുക്ക് കാണാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം 5:30 മണിക്ക് അതുപോലെ തന്നെ 12 മണിക്ക് 1:30 മണിക്ക് അവിടുത്തെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. KSRTCൻ്റെ അവർ വിളിച്ച് നമുക്ക് പോകാൻ പറ്റും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിയിട്ട് 50 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടേണ്ട ഒരു ഓപ്ഷൻ പോലും KSEBിൻ്റെ ക്യാൻറ്റീനൊക്കെ കാണുന്നത്. അപ്പോൾ ബെസ്റ്റ് അനങ്ങാമൊഴി എവിടുന്നോ നമ്മുടെ പൊതിച്ചോറൊക്കെ കിട്ടുന്ന ഒരുപാട് ആളുകൾക്ക് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു വനംപാതയിൽ കൂടി മനോഹരമായ യാത്ര ആസ്വദിക്കാമെന്ന നീയത്തോടു കൂടി നിങ്ങൾ യാത്ര കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സെന്നറിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ ഓണം വെക്കേഷനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തോ, എന്നിട്ട് അങ്ങോട്ടുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്തോ. അപ്പോൾ OMV യൂട്യൂബ് ചാനൽ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഉണ്ട്, കാണണം, അഭിപ്രായങ്ങൾ വേണം. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.